ഹലോ, അപ്പോൾ ഞാനിന്നൊരു അടിപൊളി തട്ടുകട സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതിനു വേണ്ടി 500 ഗ്രാം ചിക്കൻ, 20 ചെറിയുള്ളി, 10 വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 4 ഗ്രാമ്പൂ, 2 ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട. അതിനുശേഷം ഞാനിതൊക്കെ എടുത്ത് മിക്സിയിലേക്ക് ഇടുകയാണ് കേട്ടോ. അതിൻ്റെ കൂടെ 1.5 സ്പൂൺ പെരിഞ്ജീരകം, 1 സ്പൂൺ ചില്ലി ഫ്ലെക്സും കൂടെ ആഡ് ചെയ്ത് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. ഇനി ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ചിക്കനിലേക്ക് ആഡ് ചെയ്യാം. അതിൻ്റെ ഒരു പകുതി ഭാഗം മാത്രം ആഡ് ചെയ്താൽ മതി കേട്ടോ. ബാക്കി പകുതി ഞങ്ങൾക്ക് പിന്നീട് ആവശ്യമുണ്ട്. അതുകൊണ്ട് കുറച്ച് ഞാൻ ചിക്കനിലേക്ക് ആഡ് ചെയ്തു. അതിൻ്റെ കൂടെ 1.5 സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1.5 സ്പൂൺ മൈദപ്പൊടി, 2 സ്പൂൺ വിനാഗിരി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ച് നന്നായി മിക്സ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. എന്നാലേ അതെല്ലാം കൂടി നന്നായി യോജിച്ച് വരും. അപ്പോൾ ഞാൻ ഇത് മിക്സ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. 1 മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. പൊറോട്ടൻ്റെയും ചപ്പാത്തിൻ്റെ ഒക്കെ കൂടെ ഏറ്റവും നല്ല ടേസ്റ്റ് നമ്മുടെ കുബൂസും മയോനൈസും ചേർത്ത് ഈ ചിക്കൻ ഫ്രൈ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനി ബാക്കി വരുന്ന എണ്ണയിലേക്ക് ഒരു പിടി കറിവേപ്പിലയിട്ട് വറുത്തെടുക്കാം. അത് നമുക്ക് ചിക്കനിലേക്ക് മാറ്റാം. ഇനി നേരത്തെ മാറ്റി വെച്ച കൂട്ടും നമുക്ക് എണ്ണയിലിട്ട് വറുത്തെടുത്ത് നമുക്ക് ചിക്കനിലേക്ക് ഇടാം. അപ്പോൾ നമ്മുടെ തട്ടുകട സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ബൈ.